അപ്പോൾ നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ. നാളെയാണല്ലോ തിരുവോണം, ഇന്ന് ഉത്രാടം. ഉത്രാടത്തിൻ്റെ അന്ന് തൃക്കാക്കരപ്പനെ വെച്ചിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് തൃക്കാക്കരയപ്പൻ. തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാമനമൂർത്തി. ഇതാണ് വാമനമൂർത്തി. തൃക്കാക്കര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വാമനമൂർത്തിയാണ്. അതുപോലെ ഇത് മഹാബലിയായിട്ടാണ് സങ്കല്പം. ഇത് ചുറ്റുള്ള ഈ ചെറുത് കാണുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രജകളാണ്. അപ്പോൾ മഹാബലിക്ക് ഓണക്കാലത്ത് പ്രജകളെ കാണാൻ വേണ്ടി വരുന്നതാണ് സങ്കല്പം. അപ്പോൾ നമുക്കിത് ആധുനിക യുഗത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വവും കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സോഷ്യലിസ്റ്റ് ഇതാണ് മഹാബലിയാണിത്. അത് ബ്രാഹ്മണിക്കൽ വാമനൻ, അങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഓണം. ഇത് ഇങ്ങനെ അലങ്കരിച്ചൊക്കെ ചെയ്യണു. ഇതൊരു പണ്ടൊക്കെ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ പൂവും എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തുനിന്നാണ് മേടിക്കണത്. അപ്പം ഇതുവരെ ഇപ്പോൾ അത്തം മുതലിട്ട പൂക്കളൊക്കെ നമ്മൾ വീട്ടിലുള്ള പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്ന് പിന്നെ ഞാൻ പോയിട്ട് തൃശ്ശൂരിൽ നിന്ന് പൂവൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് വിപുലമായിട്ട് തൃക്കാക്കരപ്പനെ വെച്ചത്. എനിക്ക് കൂടി ഓണാശംസകൾ പറയണം. വീണ്ടും കാണാം. ഇതേപോലുള്ള ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. കുട്ടാ ഹായ് പറയും. ഹായ്, ഹാപ്പി ഓണം പറയും. അപ്പോൾ ശരി, ഓക്കെ, ബൈ.